ഞാൻ ആ നാട്ടിൽ നിരന്തരം പ്രവർത്തിക്കുന്നതാണ്. ഞാൻ പാർട്ടി മെമ്പറായിട്ട് ദേശാഭിമാനി ചെന്നതിന് ശേഷവും എന്റെ മെമ്പർഷിപ്പ് ആ നാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ 2008 മുതൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഈ കടകംപള്ളി സുരേന്ദ്രനെ കുറ്റപ്പെടുത്താൻ കാരണം എന്താണ്? എന്തെങ്കിലും തരത്തിലേക്കുള്ള വാഗ്ദാനങ്ങളോ എന്തെങ്കിലും നൽകിയിരുന്നോ? അല്ല, കടകംപള്ളിയാണ് എന്നെ ഈ വിവരം അറിയിക്കുന്നത്. എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചുവെന്നും മത്സരിക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കോളാൻ പറഞ്ഞതും കടകംപള്ളിയാണ്. വിളിച്ചറിയിച്ചു. നവംബർ 1 തീയതി രാവിലെ 11:45 എന്നെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ അന്നത്തെ വാർഡ് സെക്രട്ടറി, പാർട്ടിയുടെ വാർഡ് സെക്രട്ടറിയും ഈ കടകംപള്ളി സംസാരിച്ചതിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. അത് വളരെ കുറച്ച് ദിവസത്തിനകം അപ്പോഴത്തേക്ക് മാറി. അതിനുശേഷം മാറി. അതെനിക്ക് എന്താണെന്ന് അറിയില്ല. കാരണം ഇപ്പൊ മത്സരിക്കുന്നവരെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഈ എന്തുകൊണ്ട് എന്നെ മാറ്റി എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തമായ വിശദീകരണം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്റെ ജില്ലാ സെക്രട്ടറിയോട് സംസാരിച്ചിട്ടുണ്ട്. മന്ത്രി ശിവൻകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അല്ല, ഞാൻ സ്ഥാനാർത്ഥിയാകണം, ഉള്ളൂർ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചത്, ഉള്ളൂർ നീ അല്ലാതെ പിന്നെ ആരെന്നാ ചോദിച്ചത്? ഈ മന്ത്രി ശിവൻകുട്ടി. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇന്നത്തെ പ്രതികരണം ഒരു ഒഴുക്കൻ മറ്റുള്ളതായിരുന്നു. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതെ, പൂർണ്ണമായി കടകംപള്ളി സുരേന്ദ്രനായാലും ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചിരുന്നു. അതെ, ഒറ്റ പേരെന്ന തരത്തിലേക്ക് താങ്കൾ. അതെ അതെ. പിന്നീട് ഈ സ്ഥാനാർത്ഥി അല്ല എന്നുള്ള കാര്യം എപ്പോഴാണ് അറിയുന്നത്? ആരെങ്കിലും ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ആ നിമിഷം വരെ ഞാൻ വിചാരിച്ച ഞാനായിരിക്കുമെന്നാണ് കരുതിയത്. അതിനു മുമ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പാർട്ടിയാണ് വളർത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിക്കെതിരെയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. പാർട്ടിക്കെതിരെ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലേ, ഈ ഇലക്ഷനിൽ ആർക്കും മത്സരിക്കാമല്ലോ. ഞാൻ ഇത്രയും കാലം ദേശാഭിമാനി പ്രവർത്തിക്കുന്ന സമയത്തും 40 വർഷം പാർട്ടി മെമ്പറായിരിക്കുന്ന സമയത്തും പാർട്ടിക്കെതിരായിട്ട് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. 100% ആത്മാർത്ഥമായിട്ട് പാർട്ടിക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ആളാണ് ഞാൻ. എന്റെ ഭാഗത്തുനിന്ന് പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു വിശദീകരണം കൊടുക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാക്കിയിട്ടില്ല ദേശാഭിമാനി പ്രവർത്തിക്കുന്ന സമയത്ത് പോലും. ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമുള്ളൊരു നേതാവാണ് ഇപ്പോൾ എതിർസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക പാർട്ടി സ്ഥാനാർത്ഥിയാവില്ലേ? അല്ല, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമല്ല. അവിടുത്തെ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കുക. അവിടുത്തെ നാട്ടിലെ എനിക്ക് തോന്നുന്ന ഒരു ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിച്ചതാണ് എന്റെ സ്ഥാനാർത്ഥിത്വം. ഞാൻ അവിടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് 12 വർഷമായിട്ട്. ഇത് പാർട്ടി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയൊന്നുമല്ലല്ലോ. ഞാൻ ഇലക്ഷന് മത്സരിക്കണമെന്ന് തന്നെ ആഗ്രഹിച്ചല്ല. പക്ഷെ ഇത് എന്റെ ജീവിതത്തിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഞാൻ പറഞ്ഞത് അവിടുത്തെ ആളുകളുടെ വിഷയങ്ങളിൽ ആ പ്രദേശത്തിന്റെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഒരു അവസരം ചോദിച്ചു, അത്രയേ ഉള്ളൂ. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതിന് മുൻപ് പാർട്ടി നേതൃത്വത്തിൽ ആരോടെങ്കിലും സംസാരിച്ചിരുന്നു? അതായത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി ഈ തീരുമാനമെടുക്കുന്നതിന് ഉള്ളിൽ മനസ്സിലായില്ല. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചില്ലേ, അതിന് മുന്നോടിയായിട്ട് ആരോടെങ്കിലും സംസാരിച്ചിരുന്നു പാർട്ടി നേതൃത്വം? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ പാർട്ടി അങ്ങനെ ചെയ്യണമല്ലോ. ഇല്ല ഇല്ല, ഉറപ്പല്ലേ? അത് പാർട്ടി അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനായിരുന്നാലും അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. എനിക്ക് പേടിക്കുന്നില്ല. ഞാൻ തിരിച്ച് പാർട്ടിയിലേക്ക് തന്നെ വരികയാണ്. തോറ്റാലും ജയിച്ചാലും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിൽക്കുക. എനിക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റൂല. കമ്മ്യൂണിസ്റ്റുകാരനെ കാര്യം വേറെ ഒരു പാർട്ടി ഇതിലേക്ക് പോകുന്നില്ല. ഞാൻ അവിടുത്തെ നാട്ടിൽ നിന്ന് പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ആർക്കും പ്രവർത്തിക്കാൻ പാടില്ലെന്ന് വിലക്കാൻ പറ്റൂല്ലോ, എന്നെ പിടിച്ചു മാറ്റാൻ പറ്റൂല്ലോ. ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കും, പാർട്ടിയായിട്ട് തന്നെ നിൽക്കും. ഇതിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ രണ്ടാമത്തെ ആരോപണമാണ് ഇപ്പോൾ. നേരത്തെ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഉള്ളൂർ ചെയ്യുന്ന താങ്കൾ. അപ്പോൾ നേതൃത്വ തലത്തിൽ നിന്നുള്ളവർ തന്നെ അദ്ദേഹത്തിനെതിരെ തുടർച്ചയായി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം മാത്രമല്ല, ഞാൻ ആ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. ഞാൻ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാണ്. എന്റെ കുടുംബ വീട് ഉൾപ്പെടുന്ന ഒരു അസോസിയേഷന്റെ ഞാൻ മുൻ പ്രസിഡന്റാണ്. ഞാൻ അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നതാണ്. എന്നെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം മാത്രമായിട്ട് അങ്ങനെ ഒരു ഇതല്ല. അങ്ങനെ പാർട്ടിയെ വെല്ലുവിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല.
അല്ല അതല്ല ചോദ്യം, അതല്ല കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിനെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നു. അതും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട, അത് വേറെ കാര്യമാണ്. എന്റെ വിഷയത്തിൽ അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട, അതൊക്കെ വേറെ പ്രശ്നം. വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? ഞാൻ 100% എനിക്ക് ഉറപ്പുണ്ട്. എന്റെ നാട്ടുകാരായി നിൽക്കുന്നത്, ഈ വോട്ടർമാർ ഈ നിൽക്കുന്ന എല്ലാം എന്നെ ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചവരാണ്. അവരെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും. ഞാൻ വിജയിക്കും. പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ആരും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. ഈ വിയോജിപ്പ് നേതൃത്വത്തോട് മുഴുവനാണോ അതോ കടകംപള്ളി സുരേന്ദ്രനോട് മാത്രമാണോ? അല്ല, പാർട്ടി ലീഡർഷിപ്പ് പരിശോധിക്കേണ്ടതല്ലായിരുന്നു. എന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിട്ട് മാറ്റുമ്പോൾ അതിന്റെ മാറ്റാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ള കാര്യം പാർട്ടി പരിശോധിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കടകംപള്ളിയുടെ പേര് മാത്രമല്ല താങ്കൾ പറയുന്നത്. അതെ, അതെന്താ അദ്ദേഹത്തോട് മാത്രമായിട്ട് എതിർപ്പൊന്നുമില്ല, വ്യക്തിപരമായിട്ട് എതിർപ്പൊന്നുമില്ല. ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ കാണുന്ന നേതാവല്ല. ഞാൻ SFIയിലായിരുന്നപ്പോഴും DYFIയിലായിരുന്നപ്പോഴും ഞാൻ കാണുന്ന നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും എനിക്ക് എതിർപ്പില്ല. ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു പറ്റിച്ചു എന്നൊരു മനോവേദന. അല്ല, അത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് എന്റെ നാട്ടിലെ ഒരുപാട് ആളുകൾ പുള്ളിയെ പോയി കണ്ടിരുന്നു. അപ്പൊ കണ്ടപ്പോ അവരോടൊക്കെ പറഞ്ഞ് എനിക്ക് പാർലമെന്ററി വ്യാമോഹമാണ്. ഞാനൊരു പാർലമെന്ററി വ്യാമോഹത്തിന് ഇതുവരെ പോയിട്ടില്ല. പുള്ളിയുടെ എന്നല്ല, പാർട്ടിയുടെ മുമ്പിൽ പോലും ഞാൻ ഒരു സ്ഥാനത്തിന് വേണ്ടി അവകാശപ്പെടും. ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം ഞാൻ പാർട്ടിയെ ഒരു തരത്തിലും ഒരു സോഷ്യൽ പൊസിഷന് വേണ്ടി ഞാൻ പോയിട്ടില്ല. പറഞ്ഞു പറ്റിച്ചു എന്നൊരു തോന്നലുണ്ട്. പറ്റിച്ചല്ല, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു, അത്രേ ഉള്ളൂ.